സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് ദൃഷ്ടാന്തം ചോദിച്ചതാ. നിങ്ങൾ അള്ളാന്റെ റസൂലാണെങ്കിൽ ഞങ്ങൾക്ക് കാണണം. ദൃഷ്ടാന്തം എന്ത് വേണം? ചന്ദ്രൻ 2 പിളർപ്പായി കാണണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, വഖദ് കാന ദാലിക അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കാലത്താണ് ഇൻഷഖ ഫിൽ ഖസൈൻ, ചന്ദ്രൻ 2 പിളർപ്പായി മാറി, ഫിൽഖത്തും മിൻ ദൂനിൽ ജബൽ വഫിൽഖത്തും മിൻ ഖൽഫിൽ ജബൽ. ഒരു ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ റഅൂ ഹിറാ ബൈനഹുമാ, ഹിറാ മല, ഹിറാ ഗുഹ, ജബലുൻ നൂർ, ഈ 2 ചന്ദ്രന്റെ ഇടയിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. 2 ഭാഗമായി മാറിയത് ഞങ്ങൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് റബ്ബേ എന്ന് പറഞ്ഞു. ജനങ്ങളോട് പറഞ്ഞു, ഇഷ്ഹദൂ, അല്ലാഹുവിന്റെ കഴിവിന് നിങ്ങൾ സാക്ഷി നിന്നോളി സ്വഹാബ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. മുത്തഫഖുൻ അലൈഹി. അങ്ങനത്തെ ചന്ദ്രനാ നമ്മൾ ഈ കാണുന്നത് കൂടിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മുമ്പെന്നോ പിളർന്നൊരടയാളം ഇന്നും അതിന്റെ ബാക്കിയുണ്ട്. അതിന്റെ പർവ്വതങ്ങൾ കൂടിച്ചേർന്നപ്പോ ചേർന്ന ഭാഗം അങ്ങനെ ചേർന്ന് ഒരുമിച്ച് ചേർന്നാൽ ഇത് ലോകം അറിയോ? ഖുർആൻ ചർച്ച ചെയ്ത വിഷയമല്ല. ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, ചന്ദ്രൻ എന്ന പേരുള്ള സൂറത്തിന്റെ ആദ്യത്തെ ആയത്താണിത്. ചന്ദ്രൻ പിളർന്നു. ഇത് കൂടിച്ചേർന്നത് നേർക്ക് നേരെയാണെങ്കിൽ ഈ പിളർന്നു എന്ന വാക്ക് ആർക്ക് മനസ്സിലാകും? ഇത് ഇങ്ങനെയാ നിൽക്കുന്നത്. നേർക്ക് നേരെ നിൽക്കേണ്ട പർവ്വതത്തിന്റെ തലകൾ ഒന്നിങ്ങനെ അങ്ങനെ റാൻഡമായിട്ടൊരു ചേർന്ന് വന്നപ്പോൾ അല്പം തെറ്റിയതുപോലെ അള്ളാഹു അങ്ങനെ വെച്ചതല്ലേ മുഅ്മിനെ? ഗൂഗിൾ എർത്ത് ഉണ്ട്, ഗൂഗിൾ മൂണുണ്ട് അല്ലേ? ഗൂഗിൾ എർത്തൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ചൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കി, ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ സയന്റിസ്റ്റുകൾ വിളിച്ചു പറയാണ്. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എന്നാലും മുസ്ലിം ആവാത്ത മനുഷ്യന്മാരുണ്ടാവും. നിങ്ങളെ ലോകത്ത് അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടാവും. ഹക്കും ബാത്തിലും എത്ര കണ്ടാലും തിരിയാത്തവരുണ്ടാവും. ലോകം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മുസ്ലിം ആവാതെ മരിച്ചുപോയ ആൾക്കാരില്ലേ? അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരു വിഷയം നമ്മുടെ സ്പ്രേ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് അല്ലേ? ഈ മറ്റേ ഡിയോഡറന്റിലും അത് നമ്മുടെ ബോഡി സ്പ്രേയിലൊക്കെ സെന്റിൽ കാണൂല, പക്ഷെ സാധാ സ്പ്രേകളിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ആൽക്കഹോൾ എന്നത് മുസ്കിറാണ്, മത്ത് പിടിപ്പിക്കുന്നതാണ്. കുല്ലു മുസ്കിറിൻ നജസുൻ, അങ്ങനെ മത്ത് പിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നജസാണ്. അപ്പൊ ശരീരത്തിലായ നജസാവൂ എന്നൊക്കെയാണ്. ഞാനത് കുറെ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേടിച്ചിട്ട് സ്പ്രേ ഉപയോഗിക്കാറില്ലായിരുന്നു. അപ്പോ അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയപ്പോ ആ വിഷയം കുഴപ്പമില്ല. അതിനെപ്പറ്റി ഉലമാഇനൊക്കെയുള്ള അഭിപ്രായം ജായിസാണ്. കാരണം അത് ആൽക്കഹോളിന്റെ ഒരു രുചിയോ ഒരു മണമോ ഒരു ടേസ്റ്റോ ഒന്നും അതിനില്ല. അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് അതിന്റെ ഇൻഗ്രീഡിയൻസിൽ കാണാം. പക്ഷെ അതെന്തില്ല, പ്രത്യക്ഷത്തിൽ അറിയുന്ന നിറമോ മണമോ രുചി ഒന്നും അതിന് കാണപ്പെടും. അതിലങ്ങ് അലിഞ്ഞില്ലാതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ജായിസാണ്. അതുകൊണ്ട് സ്പ്രേ അടിച്ചുകൊണ്ട് നജസ് ദേഹത്താക്കി എന്നൊന്നും വിചാരിക്കണ്ട എന്നാണ് ഉലമാന്റെ അഭിപ്രായം. ഒരു പക്ഷം ആലിമീങ്ങൾ കറാഹത്ത് ഒഴിവാക്കിയാൽ നല്ലത് എന്ന അഭിപ്രായക്കാരുണ്ട്. ഞാൻ ദുബൈയിലെ ക്ലാസ്സിൽ വിഷയം പറഞ്ഞു, നമ്മളെ ഹക്കീം ഫൈസി അപ്പൊ തന്നെ പറഞ്ഞു, ശംസുൽ ഉലമയോട് അന്ന് സുഹൃത്തുക്കൂട് കുട്ടികൾ ശിഷ്യന്മാർ ചോദിച്ചിരുന്നു ശംസുൽ ഉലമയോട് ഈ സ്പ്രേനെ പറ്റി, അത് ഹറാമാണോ ഹലാലാണോ ആൽക്കഹോൾ ഉള്ളത്? ഉസ്താദ് പറഞ്ഞു, പോൽ അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ അൽഹംദുലില്ലാ ആ വിഷയം അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെ എല്ലാം ഹറാമാക്കേണ്ട ആവശ്യമുണ്ടോ? ഹറാമാണത് ഹറാമായാൽ മതി കേട്ടോ. അപ്പൊ അതിൽ കുഴപ്പമില്ല. ഞാനും ഇപ്പൊ സ്പ്രേ ഒക്കെ വാങ്ങണം, ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോ സെന്റിലും സ്പ്രേയിലും എക്സ്ട്രാ വാഗൻസ് ഇല്ലാന്ന് ഒരാള് അമിത ധൂർത്തി ചെയ്യാന്ന് പറഞ്ഞ പണി സ്പ്രേയിൽ ഇല്ലാന്ന്. അത് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞ ഞങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു ഹദീസ് അങ്ങനെ ഉണ്ട്, സ്പ്രേയും ഈത്തപ്പഴവും ഒരാൾക്ക് ഹദിയ കൊടുത്താൽ റിജക്ട് ചെയ്യാൻ പാടില്ല എന്നാ. സ്പ്രേക്ക് എത്ര വിലയാണെങ്കിലും കഴിവുള്ളവൻ വാങ്ങിക്കോന്ന. കാരണം അത് ഒരാൾ ആദ്യം മണക്കുള്ളൂ, പിന്നെ മണക്കുന്നതൊക്കെ ബാക്കിയുള്ളവരാണെന്നാണ്. അത് ബാക്കിയുള്ളവർക്കുള്ള സ്വതക്കയാണ്. പിന്നെ നമുക്ക് മണക്കൂല സ്പ്രേ, അത് അടുത്തുള്ളവർക്ക് മണക്കുള്ളൂ. അതുകൊണ്ട് അത് എത്ര വില പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെല്ലാം വളരെ കർക്കശമായി കുറച്ച് ഉപയോഗിച്ചിരുന്ന തങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, നല്ല വില പിടിപ്പുള്ളത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തേ? അത് സ്വതക്കയാണെന്ന്. അതിൽ പിശുക്കേണ്ട ആവശ്യമില്ല. സെന്റച്ചോടം തുടങ്ങിയ തരക്കേടില്ലായിരുന്നു അല്ലേ? അല്ല, ഇവിടെ നമുക്ക് സെന്റച്ചോടം നടക്കുന്നില്ല. മാഷാ അല്ലാഹ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ക്വാണ്ടിറ്റി അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഏതായാലും അതിനുള്ള സെയിൽസ് ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഉള്ള വിഷയം അങ്ങനെയാണ്. പിന്നെ ഇസ്ലാമിക് ബാങ്കിന്റെ ലോണിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു.
ഒരു കാര്യം നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കുക, ഈ രാജ്യത്തെ ഇവിടുത്തെ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഔഖാഫിന്റെ പണ്ഡിതന്മാരും വലിയ വലിയ ആലിമീങ്ങളുടെ നാടാണ്. അപ്പൊ അവരൊക്കെ ഇസ്ലാമിക് ഫൈനാൻസുകൾ, ഇസ്ലാമിക് ബാങ്കിങ്ങുമായുള്ള ഡീലിങ്സ് ഹലാലാണെന്ന് പ്രഖ്യാപിച്ചതാണ്. അവര് എന്ത് പ്രൊഡക്റ്റ് തന്നാലും അത് ഹലാലാണ്. ഇവിടുത്തെ ശരീഅ കോംപ്ലയൻസ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു പലിശ കൊടുക്കുന്ന പോലെ ഒരു എക്സ്ട്രാ മണി കൊടുക്കുന്നുണ്ട്, ശരിയാണ്. എല്ലാ എക്സ്ട്രാ കൊടുക്കുന്നത് എന്തല്ല, ഹറാമല്ല. നിങ്ങൾക്ക് 10 രൂപ ഒന്നും ഞങ്ങൾക്ക് 11 തന്നാൽ അത് ഹറാമാവോ, പലിശ ആവോ? ഇല്ല. എപ്പോഴാവോ നിങ്ങൾക്ക് ഇത് തരണം, എനിക്ക് ഏറെ വേണം, ഷർത്ത് വെച്ചിട്ടുണ്ട്, ആ പലിശന്റെ നിബന്ധന ആകുമ്പോഴല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് 10 രൂപ ഏറെ തന്നു, അതൊന്നും ഹറാമാവില്ല. പക്ഷെ ഇത് കച്ചവടമാണ്. ഇപ്പൊ 10 രൂപേന്റെ $1000 ഒരു ഷെയർ വാങ്ങി നിങ്ങൾക്ക് $1200 വിൽക്കുന്നു. ആ $200 നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യണം. അത് നിങ്ങൾ within 5 years you can pay it, or within 1 year or 6 months, anyway you have to pay the same amount. പലിശ ബാങ്കിലൊക്കെ എന്ത് ചെയ്യണം, അത് ഇങ്ങനെ റെഡ്യൂസ് ആവും. 5 കൊല്ലത്തിന്റെ അടവ് 2 കൊല്ലം കൊണ്ട് തീർക്കുമ്പോൾ പലിശന്റെ ഇത് കുറയും. പക്ഷെ ഇസ്ലാമിക് ബാങ്ക് കുറയില്ല, ഫിക്സ് ചെയ്ത് അത് അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അത് ഹലാലാണ്. അതിനെപ്പറ്റി നിങ്ങൾ സംശയിക്കേണ്ട. വേറെ ഏത് ബാങ്കപ്പ് എടുക്കുക, ബാങ്കുകളുമായി ഡീലിങ്സ് വേണ്ടി വരും. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കും. ഇസ്ലാമിക് ബാങ്കുകൾ, ഇവിടെയുള്ള ഇസ്ലാമിക് ബാങ്കുകൾ ഹലാലാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഹലാൽ. നിങ്ങൾ അതിന്റെ ഉള്ളിലൂടെ ചികഞ്ഞ് അന്വേഷിച്ച് അടങ്ങാറാവേണ്ട ആവശ്യം അത് നമ്മോട് പറഞ്ഞിട്ടില്ല. പോലും പടച്ചോനും ഇവിടുത്തെ ഔഖാഫ് അവരൊക്കെ അതിനെ പറ്റി അള്ളാഹുവിന്റെ മുന്നിൽ അവരോട് പറയേണ്ടതുള്ളൂ. നമുക്കത് ഹലാലാണ്. ഫ്രോസൺ ചിക്കൻ ഹലാലാണോ എന്നൊക്കെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. ഹലാൽ എന്ന് ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന ചിക്കൻ ഹലാൽ എന്ന് അവർ എഴുതിയിട്ടുണ്ട്, പ്രിന്റ് ഉണ്ട്. ഇതൊരു ഇസ്ലാമിക നാടാണ്. ഇവര് ഫുഡ് കൺട്രോൾ അതിന്റെ ആളുകൾ ഏജൻസി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരത് മനസ്സിലാക്കി ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഹലാലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറിലൊക്കെ ഇത് വരുന്നു, കഴിക്കാൻ. നമ്മുടെ അവസ്ഥ അവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഒരാൾക്ക് ഭയങ്കര വസ്വാദ്, ഞാൻ ബ്രസീൽക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ, എന്തിനെ ചിക്കൻ ഫാമൊക്കെ പോണത്, അവിടെ അർക്കണ ആൾ മുസ്ലിമാണോ? അതൊന്നും ചെയ്യാനുള്ള നമ്മോട് പറഞ്ഞിട്ടില്ല. ഉമ്മനിങ്ങളെ അതെനിക്കറിയില്ല. അത് അവരുടെ ഡീലിങ്സ്, അവരുടെ പേയ്മെന്റുകളൊക്കെ അത് അവരോട് ചോദിക്കുക. അവരുടെ പ്രൊഡക്റ്റുകൾ ഹലാലാണ്. അത് ഇവിടുത്തെ ഇടക്കിടക്ക് ഇവിടെ ചോദ്യം വരുന്ന വിഷയമാണ്. ഇവിടുത്തെ ലോക്കൽ അറബ് റേഡിയോകളിലും ഇവിടുത്തെ ലോക്കൽ ടെലിവിഷനിലും ഒക്കെ എപ്പോഴും വരുന്ന വിഷയങ്ങളാണ്. ഒറ്റ മറുപടി അവർ കൊടുക്കുള്ളൂ അതിന്. ആ വിഷയത്തെ റഖാബ ശർഇയ്യ, ഒരു ശർഇ കോംപ്ലയൻസ് അനുസരിച്ച് അത് പോണത്. നമ്മുടെ ഈ ചികഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്ന വിഷയമാണ്. അതിന്റെ ആ അവസ്ഥ നമുക്ക് ഒരാൾ വർക്ക് ചെയ്തവരൊക്കെ തോന്നുന്നത് പച്ച കള്ളാണ് ഈ നടക്കണമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അയാൾക്കത് പറ്റൂല, അത്രേ ഉള്ളൂ. അപ്പൊ മാസം കണ്ട വിഷയം അല്ല, കള്ളുടിയനാ കണ്ടത്. ഓവറോളം വട്ടത്തിൽ കണ്ടിട്ടുണ്ട് കള്ളുടിയന്. പക്ഷെ കള്ളുടിയെ ഞാൻ മാസം കണ്ടെന്ന് പറഞ്ഞാൽ കാതി സ്വീകരിക്കുവോ? ഇല്ല. നീ കള്ളന, നീ അതിലല്ല, നിന്നെ സ്വീകരിക്കൂല എന്നാ പറയാ. സത്യസന്ധന്മാര് പറയണം. അപ്പൊ നമ്മളാരും റമദാനായി എന്ന് കൂട്ടൂല. പക്ഷെ ഈ കള്ളുടിയന് റമദാൻ പിറ്റേന്ന് തുടങ്ങുന്നുണ്ട്, അവനത് ബാധ്യതയാണ്, അവനത് ഉറപ്പാണല്ലോ. അല്ല, ബോധ്യപ്പെട്ടാൽ അവർ അങ്ങനെ മനസ്സിലാക്കിക്കോ, ഇല്ലാത്തവർ അങ്ങനെയാണ്. സൂറത്ത് ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീനോ മലിക് യൗമിദ്ദീനോ ചില ഇമാമുകൾ മലിക്കി എന്ന് ഓതുന്നുണ്ട്. കുഴപ്പമില്ല, അതങ്ങനെ ഖിറാത്തുകളുണ്ട്. ഖുർആനിന്റെ ഔദ്യോഗികമായി 7 ഖിറാത്തുകളിൽ മലിക്, മാലികി, മുല്ലാക്കി എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആമീൻ എന്നാണ്, ആമീൻ എന്നല്ല, ആമീൻ എന്നാണ് ശരി.